ഡോക്ടർ പറഞ്ഞ നമുക്കൊന്ന് തൈറോയിഡ് പരിശോധിച്ച് കളയാം. തൈറോയിഡ് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ 35 വർഷമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ലൊരു പാട്ടുകാരനായിട്ട് ശാസ്ത്രീയ സംഗീതമൊക്കെ തന്നെ പഠിച്ചെടുത്തിരിക്കുന്ന ഏകലവ്യനെ പോലെ പഠിച്ചെടുത്തിരിക്കുന്ന ആ വ്യക്തി 35 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വോക്കൽ കോഡിന്റെ പ്രശ്നം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ കാണുന്ന സമയത്താണ് തൈറോയിഡ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് തൈറോയിഡിന് ഗുളിക കഴിച്ചു തുടങ്ങിയത്. അതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗുളിക കഴിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ കൂടി, കിഡ്നിക്ക് ബാധിച്ചു എന്നുള്ളതാണ്. ക്രിയാറ്റിൻ കൂടി, കൊളസ്ട്രോൾ കൂടി, അങ്ങനെ അദ്ദേഹം രോഗിയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടറോട് ചോദിച്ചേ, ഡോക്ടർ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തൈറോയിഡുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഒരുപാട് അസുഖങ്ങളാണ് എന്റെ ശരീരത്തേക്ക് വാരിക്കോരി ഇട്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോ സമയത്ത് അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞത്, ഈ 5 വർഷമായിട്ട് താങ്കൾ ഗുളിക കഴിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാല് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം പൂർണ്ണമായിട്ടും നിലച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഇനി പുനരുത്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്രിമമായിട്ട് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണ് പുറത്തുനിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ജീവിതകാലം മുഴുവൻ നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ അവയവങ്ങളും നശിക്കാൻ തുടങ്ങുന്നില്ലാണ്. അതേപോലെ നമ്മുടെ ശരീരത്തില് ബ്ലഡിലുള്ള ഷുഗർ നമുക്ക് ലാബിൽ പോയിട്ട് കഴിഞ്ഞാല് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇത്ര ഉണ്ടെന്ന്. നമുക്ക് ലാബിൽ പോയിരുന്നാല് HbA1c അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ നടത്തിയിട്ട് നമുക്ക് ഷുഗറിലുള്ള പഞ്ചസാരയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ ഷുഗറിലുള്ള പഞ്ചസാരയെ മറ്റ് അവയവങ്ങളിലേക്ക് തട്ടിക്കൊടുക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ലെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കേരളം എന്ന് പറയുന്നത് ഷുഗർ രോഗിയുടെ തലസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളിലേക്ക് വരെ ഷുഗർ രോഗം വന്നിരിക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം ഷുഗർ ആണെന്നുള്ളതാണ്. ബേസിക് ആയിട്ട് മഹാമാരിയാണ് ഷുഗർ എന്ന് പറയുന്നത്. എല്ലാ രോഗങ്ങളെയും മാടി വിളിച്ച് തന്നിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന ഒരു രോഗമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഷുഗറിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയാലിസിസ് സെന്ററുകൾ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. ഡയാലിസിസ് സെന്ററുകളെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഷുഗറിനെ കത്തിച്ചു കളയണം. ഉദാഹരണമായിട്ട് നമ്മുടെ ഷുഗറിലുള്ള